എന്റെ ഗ്ലൂക്കോസ് പൊടിക്ക് ജീവന്റെ ജീവനായ എന്റെ ഗ്ലൂക്കോസ് പൊടിക്ക് ഈ വാലന്റൈൻസ് ഡേക്ക് ഞാൻ എന്റെ ഹൃദയം തരുന്നു. പനിയുള്ളപ്പോൾ ഊർജം കൊടുക്കാൻ ഗ്ലൂക്കോസ് പൊടി കലക്കി കൊടുക്കുന്ന ഒരാളുടെ പോലെയാണ് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ. Dear one, thanks for coming into my life. For someone like me who embraces everything that comes into my life, I consider you as the best gift Appa has ever given to me. Whatever there is in store for us, I want you to know that you will be loved forever till my last breath. I love you. Appa, അച്ഛനെനിക്ക് എത്ര ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്? എണ്ണി വെച്ചിട്ടില്ല, അതിന് മാത്രം അങ്ങനെയല്ല, ഏതോ 1-2 വാലന്റൈൻസ് ഡേ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ലെറ്റേഴ്സ് ആണ്. ലെറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പം മറ്റേ റിങ്ങും കാര്യങ്ങളൊക്കെ വരും. സംഗീതിന്റെയും നല്ലതാ, മേടേം നല്ലതാ, അർജുന്റെയും നല്ലതാ, അതെന്താ അപമാനം അത്? ഒറ്റടിക്ക് പറയുമ്പോ നിന്റെ കൊള്ളൂലെന്ന് എത്ര വയസ്സായി? എനിക്ക് 25. 25 ആയിട്ടുള്ളൂ. അതാണപ്പോ എന്താ പ്രശ്നമാണല്ലോ. ചെറിയ ഇറങ്ങിയാലോ? നമസ്കാരം. 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 എന്ത് പറഞ്ഞാണോ ഇന്റർവ്യൂക്ക് കേറിയത് അതിന്റെ വിപരീതമായി തുടങ്ങി. അർജുൻ ചേട്ടൻ മാത്രം നല്ല വൈബ്രന്റ് ആയിട്ട് ബ്ലൂ തിളങ്ങി. പ്രായത്തിൽ മൂത്തത് അർജുൻ ചേട്ടനാണോ? അല്ലേ? അതിങ്ങനെ കൊറേ നേരം എല്ലാരും ചോദിക്കണ്ടാള് അവസാനം ഒരാളെ മേടിച്ചു. മാത്യുവിനെ കിട്ടിയിട്ടുണ്ടോ? അത് പൊക്കിയിട്ടുണ്ട്, വീട്ടില് പിടിച്ചിട്ടുണ്ട്. റിങ് കിട്ടിയത് ബാഗിൽ വെച്ചിട്ട് അമ്മ കണ്ടിട്ടുണ്ട്. ശോഭനമായ ഒരു കരിയർ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ മികച്ച കരിയർ ബിൽഡ് ചെയ്യാൻ ഏറ്റവും അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ജപ്പാനിലേക്ക് പറക്കാം ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമിയിലൂടെ. ബേസിക് ലാംഗ്വേജ് പഠിച്ച് ജപ്പാനിൽ പോയി ഉന്നത ശമ്പളത്തിൽ ജോലി നേടാൻ ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. വെൽക്കം ടു ദ കെന ഷോ. ഇന്ന് എന്റെ കൂടെ ഉള്ളത് റൊമാൻസ് എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ഈവനിംഗ് പ്രിയപ്പെട്ട മാത്യു, സംഗീത്, മഹിമ, അർജുൻ ആൻഡ് ശ്യാം. ഹലോ. ഹലോ, how are you? ഐ ആം ഗുഡ്. നമസ്കാരം. 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 ഓക്കെ, എനിക്ക് ഒരുപാട് സന്തോഷം. ഓക്കെ, എന്ത് പറഞ്ഞാണോ ഇന്റർവ്യൂക്ക് കേറിയത് അതിന്റെ വിപരീതമായി തുടങ്ങി. ഇല്ല ഫണ്ണായിക്കോ. അല്ല ഞങ്ങൾ വേണ്ട, ഇല്ല ഞങ്ങൾ സമയം കൊറേ പോകും. നിർത്തി. എന്താ അർജുനശോ എന്തൊക്കെ ചേട്ടന്റെ മുഖത്ത് എന്താ ഭയങ്കര ക്ഷീണം, ഭയങ്കര പനിയാണോ? ചെറുതായിട്ട് ജലദോഷം. എന്നാ 86 ഇന്റർവ്യൂ അല്ലേ കൊടുത്തുള്ളൂ അതിന്റെ. 86 കൊടുത്തപ്പോഴേക്കും പനിയൊക്കെ വന്നു. അപ്പൊ ഇത് 87ാമത്തെ ആണോ? അല്ല, ഇത് എത്രയാടാ? ഇതൊരു എന്നാലും അത്യാവശ്യം പോയിട്ടുണ്ട്. എന്തായാലും ഈ ഇന്റർവ്യൂ കഴിയുമ്പത്തേനും പൂർണ്ണമായിട്ട് പനിയെല്ലാം മാറി ഉഷാറാകട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാരും ലൈറ്റ് കളേഴ്സ് ഇട്ടിട്ട് വന്നപ്പോ അർജുൻ ചേട്ടൻ മാത്രം നല്ല വൈബ്രന്റ് ആയിട്ട് ബ്ലൂ തിളങ്ങി. അതായത് പിന്നീട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ കൂട്ടത്തില് എടുത്തു നിൽക്കുന്നത് ചേട്ടനാന്ന് ഉദ്ദേശിച്ചുള്ളൂ. ഷൂ ആയാലും ഷർട്ട് ആയാലും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ലൈറ്റ് ഉണ്ട്. ഞാൻ മൊത്തത്തിൽ. ഓക്കെ, ഇനി നമ്മുടെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ചാഞ്ചേട്ടൻ ഈ പ്രാവശ്യം മിണ്ടണം കേട്ടോ, സൈലന്റ് ആയിട്ട് ഇരിക്കും. അല്ല, ഞാൻ നേരത്തെ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ ഓരോരോ പറയണ കേട്ടു. പക്ഷെ ഞാനില്ലേ നേരത്തെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു നോക്കിയപ്പോഴത്തേനും ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ സംസാരമൊക്കെ കുറച്ച് ഇങ്ങനെ ഇരിക്കണയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഈ ഇന്റർവ്യൂവിൽ നമുക്ക് ഫുൾ നേരം സംസാരിക്കണം. ഓക്കെ, അപ്പൊ റൊമാൻസ് ആണ് വിശേഷം. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ ആദ്യം ഇതിന്റെ പാട്ടും ഇതിന്റെ പേരൊക്കെ കേട്ടപ്പോ ഞാൻ ഫുൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി മാത്രമായിരിക്കും എന്നൊക്കെ ആയിരുന്നു എന്റെ മനസ്സില്. പക്ഷെ ട്രെയിലർ കണ്ടപ്പോ ഒരു ഫൺ പാക്കാന്ന് മനസ്സിലായി. എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ തോന്നിയല്ലേ? എനിക്കങ്ങനെ തോന്നി. അറിയില്ലായിരുന്നു. ഇല്ല, എനിക്ക് അതിന്റെ അർത്ഥം മറ്റേ രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചത്. അല്ല, അങ്ങനത്തെ അല്ല, റൊമാൻസ് പ്രണയമാണ് അതിന്റെ വേറെ രീതിയിൽ. അങ്ങനെയൊക്കെ ഓർത്തു പോയി. അപ്പൊ ഇപ്പൊ എനിക്ക് മാറി ട്രെയിലർ ഒക്കെ കണ്ടപ്പം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറയാ. ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേനും
ഫൺ ത്രിൽ ഭയങ്കര എന്താ പ്രേമലു 2 എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ്സ് ഒക്കെ ട്രെയിലറിന്റെ അടിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അല്ല അതാണ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു വൈബ് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ ആ ഉണ്ടായിരുന്നു. ഹാങ് ഓവർ ഒക്കെ അങ്ങ് ഉണ്ടായിരുന്നു. ആ യെസ് ഓക്കെ. അപ്പൊ എന്റെ വിശേഷങ്ങൾ ചേച്ചി മാത്രമാണ് ഈ കൂട്ടത്തില് ഒരു അല്ല അല്ല നല്ല പെൺതരി ആയിട്ടുള്ളത്. അപ്പൊ എന്റെ ദൈവമേ ഞാൻ പറയുന്നത് മൊത്തം ഇപ്പൊ ഇവരെ ഏറ്റുപിടിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ ഗ്യാങ്ങിന്റെ ഒപ്പം ഉള്ള ഒരു അഭിനയം? അടിപൊളിയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇതുവരെ സിനിമയിലോ അല്ലെങ്കിൽ റിയൽ ലൈഫിലോ മിങ്കിൾ ആയിട്ടില്ല. അപ്പം ഇത്രയും എനർജറ്റിക് ആയ ഫണ്ണായ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കൂടെ അഭിനയിച്ചവർ മാത്രമല്ല, ഈവൻ ഞങ്ങളുടെ ടെക്നീഷ്യൻസ് ആയാലും ഡയറക്ടർ ആയാലും DOP ആയാലും ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് ആയാലും എല്ലാവരും അടിപൊളിയായിരുന്നു. ഇതേ ഒരു എനർജിയാണ് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനും സിനിമയിലും ത്രൂ ഔട്ട് ഉള്ളത്. ഭയങ്കര ഫണ്ണായിരുന്നു. ഓക്കെ. ആൻഡ് മാത്യുവിന്റെ ലുക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടാണ് ഈ മൂവിയിൽ. കുറച്ച് ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ചേട്ടൻ ലുക്കൊക്കെ. നല്ല കട്ടിത്താടിയും മീശയും. അപ്പം ലുക്ക് ചേഞ്ചിനെ പറ്റി ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു മൂവിയിലേക്ക്? അത് ഡയറക്ടറും നമ്മുടെ മേക്കപ്പ് ചെയ്ത റോണക് ചേട്ടനും ഫിക്സ് ചെയ്തൊരു ലുക്കാണ്. എന്തെങ്കിലും ഒരു പുതിയ പരിപാടി പിടിക്കാന്ന് പറഞ്ഞ റോണക് ചേട്ടന്റെ ഒരു ഐഡിയ ആണ്. താങ്ക്സ് ടു റോണക് ചേട്ടൻ. ഈ ചേഞ്ച് ലുക്ക് ഒക്കെ ഇഷ്ടമായോ? അത് പടത്തില് ആണ് ചെയ്തത്. അത് ഇഷ്ടമായോണ്ട് ഞാൻ പിന്നെ പടത്തിന്റെ പ്രൊമോഷനും പിന്നെ കുറച്ചൊക്കെ അങ്ങനെ പിടിക്കാന്ന് വിചാരിച്ചിട്ട്. ഓക്കെ. എനിക്കൊന്ന് ട്രെയിലറിൽ നിങ്ങളുടെ രണ്ടുപേരും ഒരു ഗിവ് ആൻഡ് ടേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും കോൺവെർസേഷൻ ആയാലും അങ്ങനെ പ്രേക്ഷകരും ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു സംഗീതമായിട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്? അടിപൊളിയായിരുന്നു. ഞങ്ങള് കുറച്ചധികം വർഷമായിട്ടുള്ള അതെ 5-6 വർഷമായി പരിചയപ്പെട്ടിട്ട്. അപ്പൊ അല്ല സംഗീതം പറഞ്ഞോ കുഴപ്പമില്ല. അല്ല ഞങ്ങൾ 5-6 വർഷമായിട്ടുള്ള പരിചയം. അവന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് എത്രത്തോളം നമുക്ക് ഇങ്ങോട്ട് തരുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അത് തന്നെയാണ് പ്രേമലൂല് വർക്ക് ആയതും. ഇവരുടെ ഒക്കെ കൂടെ ചെയ്യുമ്പോൾ ശ്യാമാണെങ്കിലും നെസ്ലിൻ ആണെങ്കിലും ഈവൻ അവൻ പടത്തിൽ വന്നിട്ട് ഞങ്ങൾക്കായിരുന്നു കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആ ചെറിയ ഏരിയയിൽ നിന്ന് ചെറിയ പോർഷനായിരുന്നു പ്രേമലൂല് വന്നത്. ഇതിലേക്ക് വരുമ്പോ ഞങ്ങൾ ത്രൂ ഔട്ട് ഉണ്ട്. എന്റെ ആദ്യത്തെ സീൻ തുടങ്ങി ഞാൻ അവന്റെ കൂടെ അങ്ങനെയാണ്. അപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നന്നായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അർജുൻ ചേട്ടാ. ഓക്കെ. അപ്പൊ അർജുൻ ചേട്ടന്റെ വ്യത്യസ്തമായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്റ്റെപ്പ്. ചേട്ടനെ കാണാൻ ഒരു സ്വാഗ് ഉണ്ടായിരുന്നു. ലൈക്ക് എന്താ പറയാ, ആ ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പൊ ആ ഒരു മ്യൂസിക്കൽ വീഡിയോന് ശേഷം ആൾക്കാർ പറഞ്ഞു നല്ല അടിപൊളിയായിരുന്നു ഡാൻസും കാര്യങ്ങളൊക്കെ. കുഴപ്പമില്ല, എല്ലാരും ഡാൻസ് കളിക്കാതെ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞൊന്നുമില്ല. പറഞ്ഞു കമന്റ് സെക്ഷനിലൊക്കെ കണ്ടല്ലോ ഇങ്ങനൊക്കെ ഡാൻസ് ചെയ്യും. അതെ 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 നല്ല ഹെവി സ്റ്റെപ്പ്. കമന്റ് വായിക്കാൻ പേടിയുള്ളതുകൊണ്ട് ഞാൻ കമന്റ് വായിക്കാറില്ല. അതുകൊണ്ട് പേടിക്കാതിരിക്കും, നമ്മളെല്ലാം അങ്ങ് വായിക്കണോ? കുഴപ്പമില്ല, ഞാൻ അങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള എൻട്രി? ഈ ഒരു ഗ്യാങ് അല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അർജുൻ ചേട്ടൻ. അപ്പൊ ഇതും ഒരു ഗ്യാങ് ആയിട്ടാണ് ഈ ഒരു മൂവിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. ADJ ആണ് ആദ്യം വിളിച്ചത് കഥ പറയാണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ADJ ഒരു ദിവസം കഥ വന്ന് പറഞ്ഞ് കഥ ഇഷ്ടപ്പെട്ട് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞ്. പിന്നെ പതുക്കെ പ്രൊഡക്ഷനൊക്കെ സെറ്റായി. പിന്നെ ആഷിക്ക വിളിച്ചായിരുന്നു, ഇങ്ങനെ ഞാനാണ് പരിപാടി ചെയ്യണത് എന്നുള്ള പരിപാടിയൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് കയറി. പിന്നെ ആദ്യം ലൊക്കേഷനിലേക്ക് വന്നപ്പോ എല്ലാവരായിട്ടൊന്ന് സിങ്ക് ആവാനും എല്ലാവരും ജസ്റ്റ് ഒരു ഹായ് ബൈ ബന്ധം മാത്രമേ ഉണ്ടായുള്ളൂ. മഹിമയായിട്ട് കോണ്ടാക്ട് ഇല്ല. ഒരു റീൽ അയച്ചെന്ന ബന്ധം മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ റീൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഏത് സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോഴത് അത് ഉണ്ടാ ആ സിനിമ കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മൈക്ക് പാസ് ചെയ്ത് പോകുമ്പോ ഇങ്ങനെ കാണിക്കുന്ന ഒരു റീൽസ് ഉണ്ടായിരുന്നല്ലോ. അത് കൊറേ മുന്നേ അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര രസം തോന്നി. എന്നിട്ട് ഞാൻ ആ സമയത്ത് ഷെയർ ചെയ്തിട്ട് ഞാൻ എന്തോ തംസ് അപ്പോ എന്തോ കളിയാക്കിയതല്ലത്, നല്ലതാ സൂപ്പറാന്ന് പറഞ്ഞതാ. ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ നന്നായിട്ടുണ്ടാ എന്നുള്ള രീതിയിൽ.
ഓക്കെ അപ്പൊ അതിന് മൈൻഡ് ആക്കിയില്ല അർജുൻ. ഇല്ല റെസ്പോണ്ട് ചെയ്തായിരുന്നു ഇല്ല ഉണ്ടായിരുന്നു ഞാൻ റിയാക്ട് ചെയ്തായിരുന്നു അതിന് ഞാൻ ചെയ്ത് നീ തന്നെ റിയാക്ട് ചെയ്ത അല്ല ഞാൻ thumbs up റിയാക്ട് ഒന്നും ചെയ്തില്ല. ഞാൻ റിയാക്ട് ചെയ്ത് ഇഗ്നോർ ചെയ്തില്ല റിയാക്ട് ചെയ്തായിരുന്നു ഓക്കെ പ്രശ്നം സംഗീത പിന്നെ അതിനു മുമ്പ് നമ്മള് കണ്ടിട്ടില്ല അല്ലെ നമ്മള് കണ്ടിട്ടില്ല. ഞാൻ ശരണ്യയില് ഞങ്ങള് ഒരേ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ എവിടെ അയ്യോ ഇതിന്റെ റൈറ്റർ തോമസ് അജഗജാന്തരം കഴിഞ്ഞ ശേഷം ഷമീർക്കാണ് എഡിറ്റ് ചെയ്തല്ലോ അജഗജാന്തരം. അപ്പൊ അങ്ങനെ തോമസ് സ്പോട്ട് എഡിറ്റർ ആയിരുന്നു ആ സമയത്ത് ഇതിന്റെ റൈറ്റർ, വൺ ഓഫ് ദ റൈറ്റർ. അപ്പൊ ആ സമയത്ത് എന്റെ തോമസ് കഥ പറയണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തോമസും ഞങ്ങള് ബിഗിനിങ്ങാ, ഭയങ്കര ബിഗിനിങ്ങാ. തോമസ് അപ്പൊ എഡിറ്റ് ഞാനും ബിഗിനിങ്ങാ. പക്ഷെ അച്ചുവേട്ടൻ അജഗജാന്തരത്തില് വൻ പരിപാടിയാണെന്നുള്ളത് ഓൾറെഡി നമ്മള് പടം റിലീസ് ആയിട്ടില്ല. പക്ഷെ ഞങ്ങളെല്ലാരും പറയുന്നുണ്ട് അല്ലാണ്ട് പടങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ആദ്യമായിട്ടൊരു ഗിരീഷേട്ടന്റെ പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ശരണ്യം ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടിട്ട് നിക്കണം. ഞങ്ങളാണെങ്കിൽ എഡിറ്റിങ്ങിലൊക്കെ നിന്ന് എങ്ങനെയെങ്കിലും അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കണം. അപ്പൊ അവൻ എഴുതുന്നു, ഞാൻ ആ പടം എഡിറ്റ് ചെയ്യും, അങ്ങനത്തെ പ്ലാനൊക്കെയാണ്. അങ്ങനെ ഒരു കഥ പറയാൻ നിന്നു. കഥ കേട്ടോണ്ടിരുന്ന കഥ ഞാൻ കേട്ടു. ഓക്കെ ഞാൻ പറഞ്ഞ കുറച്ചൊക്കെ വർക്ക് ചെയ്യേണ്ടത് അതിലെ സംഭവം 10 മിനിറ്റില് അച്ഛനും വന്നപ്പോ തന്നെ പറഞ്ഞു ഒരു 5 മിനിറ്റിൽ പറയുന്നു. ഇവനൊരു 2 മണിക്കൂർ നരേഷനൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പാളിയിട്ട് ഞാൻ സൈഡിലിരിക്കണം. ഞാൻ ആരെങ്കിലും ഇവരൊന്ന് പിടിക്കണമില്ല അങ്ങനെയായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഞാൻ ഉറപ്പിച്ചു അർജുൻ ചേട്ടന് മനസ്സിലായിട്ടുണ്ടാവില്ല. കേട്ട് ഇവനും മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്ന കഥയാ. പക്ഷെ എന്നിട്ട് പറഞ്ഞ രീതിക്ക് പറഞ്ഞത് ഇങ്ങനെ അല്ലല്ല കഥ എന്നുള്ള രീതിയിൽ ചേട്ടൻ ചേച്ചി ഇത് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ. അപ്പൊ ഇത്രയും ബുദ്ധിയുണ്ടോ മനസ്സിലായല്ലോ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അല്ലല്ല എടാ അത് മനസ്സിലാക്കാതെ ആർക്കും പറ്റില്ലത്. അങ്ങനെ ഒരു നരേഷൻ ആയിരുന്നു. കഴിഞ്ഞ ഇറങ്ങുമ്പോഴേക്കും തോമസ് എടുത്ത് ഞാൻ പറഞ്ഞു തോമസ് ഏടാ നമുക്ക് ഇരിക്കാം അപ്പൊ ഞാൻ ഒന്ന് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ മറ്റേപോലെ ചെയ്യാം മണ്ടറാള ഇതൊക്കെ അടിച്ചോ പുള്ളി അങ്ങനെ. പക്ഷെ കഴിഞ്ഞില്ല. ഗേറ്റിന്റെ അവിടെ എന്നെ മാറ്റി നിർത്തി. എടാ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ചേട്ടാ പറയാം. അപ്പൊ അങ്ങനെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ അത് ഓർമ്മയുണ്ടായിരുന്നു. തോമസ് ആണ് പിന്നെ ഓർത്ത് പറഞ്ഞത്. പിന്നെ മാത്യുവിന് നമ്മള് ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുമ്പളങ്ങിയുടെ റിലീസിന് കണ്ടിട്ടുണ്ട്. പിന്നെ അവൻ ഓഡീഷന് പോയ സമയത്ത് ഓഡീഷൻ ആയിരുന്നല്ലേ ലിയോടെ ചെന്നൈയിൽ വെച്ച് ഷൂട്ടിന്റെ സമയത്തായിരുന്നല്ലേ ചെന്നൈയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടായി. ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ. ഷാംബ്രോനെ മെസ്സേജ് അയക്കലുണ്ട്. പഴയ വീഡിയോ കണ്ടിട്ട് പോയി പരമ്പള്ളി വെച്ചിട്ടല്ലേ മീറ്റ് ചെയ്തത്. മാത്രം കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ കേറി ചെന്ന് ഈ ഇതിലേക്ക് കയറാൻ കുറച്ച് സമയം എടുത്ത് കേറി കഴിഞ്ഞിട്ട് മറ്റേ ഓക്കെ ഇതില് ഒരു കൊടക് ലാംഗ്വേജിലല്ലേ ഒരു മ്യൂസിക് ഇറക്കിയേക്കുന്നത്? കൊടക് കൊടയല്ല കൊടക. കൊടക കൊടവ ലാംഗ്വേജ്. അതാണ് ഭാഷ കൊടവ. ഓക്കെ ഷിൻജോനെ അന്വേഷിച്ച് നിങ്ങൾ ലാസ്റ്റ് അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് കൊടവ് പഠിച്ചോ നിങ്ങള്? പഠിച്ചില്ല. ആ പാട്ട് മൊത്തം അങ്ങനെയായിരുന്നല്ലോ. പാട്ട് ആ സമയത്ത് ഇത്രയും വേർഡ്സ് ഒന്നും ഉണ്ടായില്ല പാട്ടിൽ. അത് കഴിഞ്ഞിട്ടാണോ? എനിക്ക് അറിയാം. പറഞ്ഞേ. ഗോജില മണ്ഡല മംഗല കുറച്ച് വാക്കുകളെ സംസാരിക്കുന്നത്. ഒന്ന് സംസാരിച്ച സംഗീതം സംസാരിക്കാം. മഹിമ പഠിച്ചോ എന്തെങ്കിലും? ഒന്നും പഠിച്ചില്ല. ഇതന്നെ പൂക്കടയും പൂക്കടയല്ല പോട്ടെ അങ്ങനെ 2-3 ഇതില് പ്രായത്തില് മൂത്തത് അർജുൻ ചേട്ടനാണോ? അല്ലേ? ഷാജാറിനെ അല്ലെ ഷാജാറിനായിരിക്കും അല്ലേ? ഓർഡർ തന്നെ ഒരേ ഏജ് ആണ്. അപ്പൊ ഈ ഓർഡർ കറക്റ്റ് ആണോ? ഓക്കെ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു എനിക്ക് ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ പോണേ. ഇത് പായത്തിന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഇവരെന്തൊക്കെയോ സൈഡിൽ ഇരുന്നു പറയുന്നുണ്ട്. ഓക്കെ ഇത്
അർജുനനെ എല്ലാം അറിയാം. എന്താ 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 പറഞ്ഞ ഈ ഓർഡർ ഓർഡറിൽ ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഈ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ കലബല കലബല എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ആരോടെ പറയണേ ഏറ്റവും കൂടുതൽ കലവരുണ്ടാക്കുന്ന ആളത് ആണല്ലേ. എത്ര വയസ്സായി? എനിക്ക് 25. 25 ആയിട്ടുള്ളൂ. അതാണപ്പോ എന്താ പ്രശ്നമാണല്ലോ. ചെറിയ ഇറങ്ങിയാലോ എന്താ ചോദിച്ചാ എല്ലാം സീരിയസ് ആയിട്ട് എടുക്കണ ഒരാള്. എന്റെ ദൈവമേ, അല്ല പെട്ടെന്ന് ചേട്ടന് ചോദിച്ചത് അല്ല, ഇപ്പൊ ഞങ്ങളെ പോലെ 30 വയസ്സൊക്കെ ആണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. പ്രായം കൂടിയാലും അവിടെ തന്നെ ഇവിടെ തന്നെ ഇരിക്കുന്നു. ഓക്കെ. അല്ല എന്തെങ്കിലുമൊക്കെ ടിപ്സ് ആക്ടിങ് ആയാലും കുറച്ച് കുറെ മൂവീസിലൊക്കെ ഇപ്പൊ ചേട്ടൻ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ തരാറുണ്ടോ ഇവര് തരാറുണ്ടോ ആസ് യങ്സ്റ്റേഴ്സ് നിലയിൽ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യടാ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനെ ചേട്ടൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ഇവരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് 1 വയസ്സിന്റെ ഞാനും ചേട്ടൻ 2 വയസ്സെന്ന് വെച്ചത് 1.5 വയസ്സോ വ്യത്യാസമുള്ളൂ. ഞാനിത് അതല്ല വയസ്സാണ് വിട്ടു. ഇത് എക്സ്പീരിയൻസ്ഡ് ബേസ് പ്രായം ഇല്ല, അതിന്റെ ആവശ്യമൊന്നും ഇല്ല അവർക്ക്. ഇതിനാണ് ഞാൻ വെറുതെ പോയി തലയിട്ട് കുളവാക്കണത്. അവർക്ക് അറിയാം അഭിനയിക്കാം, അതുകൊണ്ടല്ലേ അവരിപ്പോഴും സിനിമയിലൊക്കെ നിക്കണേ. ഞാൻ പോയി പഠിപ്പിക്കാൻ ഞാൻ മാഷൊന്നുമല്ലല്ലോ, അവർക്ക് അറിയാൻ ചെയ്യാനായിട്ട് അവർ ചെയ്തോളൂ നീറ്റായിട്ട്. ഓക്കെ, എനിക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിലേക്ക് പോയാലോ? അയ്യോ പറഞ്ഞത് സാധാ വെള്ളം തണുപ്പില്ല. ഏതാദ്യം വേണോ? ഗെയിം ചൂടെടുക്കുന്നത് നല്ല ചൂടെടുക്കുന്നുണ്ട്. തണുത്തോളം ആക്കണത്തോടെ കുടിച്ചാണ് ഞാനൊരു ഏലാദ്യം എടുത്തേ. ഒരേ ഇതാ കൊറേ നേരം എല്ലാരും ചോദിക്കണ്ട ആള് അവസാനം ഒരാളെ മേടിച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ മൂവി February 14th ആണല്ലോ റിലീസ് ആവുന്നത്. അപ്പൊ February 14th എന്താണ്? വാലന്റൈൻസ് ഡേ. ഓക്കെ, നമ്മുടെ മൂവി റിലീസ് എന്ന് പറയുന്നത് അർജുൻ ചേട്ടൻ ലവ് മാരേജ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാം, വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ എന്തെങ്കിലും ഓർമ്മ, അങ്ങനെ സ്പെഷ്യൽ ആ ഒരു ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ? ഇതൊരു നിങ്ങൾ ഇങ്ങനെ പറയല്ലേ. അവരെന്ത് ചെയ്യും? വാലന്റൈൻസ് ഡേക്ക് അവർക്ക് തന്നെ ചോദിക്കാൻ അതെ, അത് ചോദിക്കണ്ടേ. നോർമൽ എല്ലാവരും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് ചോദിക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് ചില്ല് ചെയ്യണോണ്ട് ചില്ല് ചെയ്യും, ഇത്രേ ഉള്ളൂ. എങ്ങനെയാ ഇങ്ങനെ ഔട്ടിങ് പോകും? ഗിഫ്റ്റ് മേടിച്ചെടുക്കുക, ഔട്ടിങ് പോകും. ആ ഗിഫ്റ്റ് ഒക്കെ ഇപ്പോഴും ഇങ്ങനെ സ്പീഡ് ഉത്തരം പറയല്ലേ. വയ്യ, എന്നാലും ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, ശ്യാം ചേട്ടനും മാരേജ് കഴിഞ്ഞ വ്യക്തിയാണല്ലോ. അപ്പം വാലന്റൈൻസ് ഡേക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് ഭാര്യനെ കൊണ്ട് ഡിന്നർ നൈറ്റിന് പോവോ, അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ മെമ്മറി ഉണ്ടോ? അതോ ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെ പോലെ തന്നെയാണ് February 14th? ആനിവേഴ്സറി, ബർത്ത്ഡേ പോലുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഔട്ടിങ് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും സിനിമ റിലീസ് ആവുന്ന ദിവസം, പ്രേമലു ഒക്കെ ആദ്യത്തെ സിനിമ ഇറങ്ങിയ ദിവസം നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പ്രേമലു വീട്ടില് കേക്ക് വാങ്ങി കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വാലന്റൈൻസ് ഡേക്ക് വേണ്ടി അങ്ങനെ സ്പെഷ്യൽ ഒന്നും സ്പെഷ്യൽ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ വർഷം ഇനിയിപ്പോ February 14th റിലീസ് ഉള്ളതുകൊണ്ട് ഒരു കേക്ക് കട്ടിങ്, ഒരു കേക്ക് തിന്നാനുള്ള ഭാഗ്യം ചേച്ചിക്കുണ്ട്. ഓക്കെ, സംഗീത് എങ്ങനെയാ വൈഫിന് കേക്ക് കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത്? അങ്ങനെ ഭയങ്കര വാലന്റൈൻസ് ഡേ ആഘോഷമില്ല. പിറ്റേ ദിവസം എന്റെ ബർത്ത്ഡേ 15th. ബർത്ത്ഡേ ആണ് ആഘോഷമൊക്കെ. പിന്നെ അല്ലാണ്ട് നമ്മള് മീറ്റ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു വാലന്റൈൻസ് ഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ രണ്ടാമത്തെ വരുന്നുള്ളൂ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ അന്ന് പ്രേമലും ഇറങ്ങി ഞങ്ങളെല്ലാരും ഏകദേശം പ്രൊമോഷൻസും പരിപാടിയൊക്കെ ആയിട്ട് ഓട്ടത്തിലൊക്കെ ആയിരുന്നു. പൊതുവെ എങ്ങനെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ അതോ അങ്ങനെ? ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആള് തന്നെയാണ്. ഓക്കെ, അർജുൻ ചേട്ടനോ? എക്സ്പ്രസ് ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ മഹിമ ചേച്ചിയോടും മാത്യുവിനോടും ചോദിക്കാനില്ല. അങ്ങനെ എപ്പോഴെങ്കിലും സ്കൂളിലോ കോളേജിലൊക്കെ വല്ല ഗിഫ്റ്റോ? കോളേജിൽ പോയിട്ടില്ല. ഓക്കെ, സ്കൂളിലും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. വാലന്റൈൻസ് ഡേക്ക് എത്ര ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്? എണ്ണി വെച്ചിട്ടില്ല, അതിന് മാത്രം അങ്ങനെയല്ല, ഏതോ 1-2 വാലന്റൈൻസ് ഡേക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലെറ്റേഴ്സ് ആണോ? ലെറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പം മറ്റേ റിങ്ങും കാര്യങ്ങളൊക്കെ വരും. ആഹാ, മാത്യുവിന് കിട്ടിയിട്ടുണ്ടോ? അത് പൊക്കിയിട്ടുണ്ട്, വീട്ടില് പിടിച്ചിട്ടുണ്ട്. റിങ് കിട്ടിയത് ബാഗിൽ വെച്ചിട്ട് അമ്മ കണ്ടിട്ടുണ്ട്. അതൊക്കെ മേടിച്ചിട്ടും വരും. അല്ല, ഞാൻ ആ സമയത്ത് ചേച്ചിയുടെ വീട്ടിലെ കാര്യമാണോ? മാത്യു പറ്റത് അല്ല
എന്നോട് ചോദിച്ചിട്ട് കിട്ടിയിട്ട് ഇല്ലാന്ന്. അപ്പൊ ചോദിച്ചാൽ ആ റിങ് കിട്ടിട്ട് വീട്ടിലൊക്കെ ആ പൊക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യം മാത്യുവിന്റെ എന്തോ പറയണെന്ന് വിചാരിച്ചു. ഓക്കെ അങ്ങനെ വീട്ടിൽ പൊക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് 7th എങ്ങാനും പഠിക്കുമ്പോഴാണ് അതുപോലെ ഒന്ന് വന്നിട്ട് ഞാൻ എടുത്ത ബാഗിൽ വെച്ച് പേടിച്ച് വെച്ചതാ. എടുത്ത ബാഗിൽ വെച്ചു. അത് വീട്ടിൽ നിന്ന് കണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ എന്നൊക്കെ പറഞ്ഞു. അമ്മ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോ അവർക്ക് അറിയാൻ പാടില്ല ഇതാരാന്ന്. പിന്നെ റിപ്പോർട്ട് കാർഡൊക്കെ ഇങ്ങനത്തെ കഥ. ഞാൻ തിരിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ചെറിയൊരു ടാസ്കും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ലവ് ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടില്ല. അപ്പൊ ആ ഒരു ഭാഗ്യം ഞാൻ തരാം. ലവ് ലെറ്റർ വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സങ്കല്പിക്കുക ആർക്കെങ്കിലും ഇപ്പൊ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ചാൻസ്. ക്രിയേറ്റിവിറ്റി ഇല്ല. ആ ക്രിയേറ്റിവിറ്റി ഉണ്ട്. കഥ എഴുതാം. ഇല്ല നിങ്ങൾക്ക് ഇപ്പൊ ഒരു മിനിറ്റ് സമയം തരും, നിങ്ങളുടെ രീതിയിൽ എഴുതുക, അത്രേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും. ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് ലവറിന് തന്നെ കൊടുക്കണമെന്നില്ലല്ലോ. അപ്പൊ അല്ല, അത് ലവറിന് തന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരോട് എഴുതാൻ പറ. ഇല്ല ഇവരൊക്കെ ഭാര്യമാർക്ക്. ആക്ച്വലി കല്യാണം കഴിക്കാത്തവർ എഴുതട്ടെ. വേണ്ട അങ്ങനെ വേണ്ട. കല്യാണം കഴിഞ്ഞവര് ഭാര്യമാർക്ക് കല്യാണം കഴിഞ്ഞവര് ഭാര്യമാർക്ക് എഴുതണം. അല്ല, കല്യാണം കഴിഞ്ഞവർ അവരവരുടെ ഭാര്യമാർക്ക് എഴുതണം. കല്യാണം കഴിയാത്തവർ ഇനി വേറൊരാളുടെ ഭാര്യമാർക്ക് എഴുതണം. അല്ല, ഫ്യൂച്ചറിലാവുമല്ലോ. ഇമാജിനറി ആയിട്ടുള്ള ഒരു ലവറിനെ സങ്കല്പിച്ച് അങ്ങ് എഴുതുക. ഇതൊരു ടാസ്ക് ആണോ? ഞാൻ തരാം. വായിക്കൂലട്ടോ. പക്ഷെ വായിക്കണം. വായിക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾ ലവ് ലോട്ട് പബ്ലിക് ആയിട്ട് വായിക്കാൻ എഴുതിക്കോ. അങ്ങനെയല്ല. എന്റെ പ്രാണനാഥ ഇത് കൊള്ളാട്ടോ. കുണുഭാവേ. അയ്യോ, അങ്ങനെ കൊണ്ട് വേറെ ഗുണമുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നോക്കട്ടെ. ഇതില് വേറെ ഗുണമുണ്ടെന്നിട്ട് മാച്ചിങ്ങില്. അല്ല, ഇത് മറ്റേ പേപ്പേഴ്സ് ഒക്കെ ഇറക്കി വെക്കുന്ന സാധനമല്ലേ? തൽക്കാലം എഴുതങ്ങോട്ട് എന്തായാലും എന്റെ പ്രാണനാഥ. ഇല്ല, പറഞ്ഞൊന്നും കൊടുക്കാൻ പാടില്ല. എന്താണ് എഴുതണ്ടേ? എഴുതിക്കോ. നിങ്ങൾക്ക് ഇഷ്ടം എടുക്കാനും പാടില്ല, പറഞ്ഞു കൊടുക്കാനും പാടില്ല. അല്ല, ഗ്രേഡ് ക്ലാസ് ഒക്കെ എഴുതണം. മറച്ചു വെച്ച ഇവര് രണ്ടുപേരൊക്കെ സീരിയസ് ആയിട്ട് എടുത്തോട്ടെ. നിങ്ങൾ 3 പേരാട്ടോ. അർജന്റോ വേറെ എന്റെ ഗുഡ് ക്ലോസ് പൊടി. ഇപ്പൊ വായിക്കല്ലേ, ഇപ്പൊ വായിക്കല്ല. മംഗ്ലീഷിൽ എഴുതിയോ? കാരണം നിങ്ങൾ എഴുതാൻ നിങ്ങൾ തന്നെ വായിക്കുന്നേ. ഭാഷയുടെ എല്ലാ പ്രശ്നവും എഴുതുന്ന വാക്കുകളുടെ അറിയില്ലെന്ന് ശീലമില്ലാത്തോണ്ട് എന്തെങ്കിലും എഴുതും. മാറ്റി എന്റെ ക്ലോസ് പടി. കോപ്പി അടിക്കാൻ പാടില്ല കേട്ടോ. സത്യസന്ധമായിട്ട് എഴുതണം കേട്ടോ. ഞാൻ വെട്ടി. ഈ ശാന്തേട്ട എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞ ഇങ്ങനെ വേണം. നോക്കരുത്. നിങ്ങളൊക്കെ എഴുതുവാണോ? സംഗീതം പണി നോക്കി വെച്ചടിക്കുക. ഇതെങ്ങനെ തുടങ്ങുന്നത്? എന്റെ പ്രിയപ്പെട്ട അതെങ്കിലും അങ്ങ് എഴുത്. ഇനി പറഞ്ഞു തരില്ല കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ആരും വേണ്ട. XYZ ഇട്ടോ. എക്സ് ലവർ അങ്ങനെ അതല്ല, മാത്യുവിനോട് പറഞ്ഞത്. XYZ ഒരു പേര്. എന്താ ഞാനാണോ? എന്റെ മൊത്തമൊക്കെ എഴുതാ. എന്തെങ്കിലും എഴുത്. നിന്റെ തത്തമ്മക്ക് എഴുതും. അതെ, റോക്സി തത്തുമ്മ കഴിഞ്ഞു. എന്നാ ഞാൻ എഴുതട്ടെ ശരിക്കും തന്നെ. ഗൂഗിൾ ഓ, മാത്യു ഒക്കെ കാര്യമായിട്ട് എഴുതാൻ തുടങ്ങി. മിക്കവാറും അർജുനന് ഒരു ഷീറ്റും കൂടെ കൊടുക്കേണ്ടി വരും. നികിത ചേച്ചിക്ക് ഇതിന് എക്സ്ട്രാ പേപ്പർ. ശാന്തയുടെ ഫസ്റ്റ് അടിച്ചു. ഫുൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നല്ല കോൺഫിഡൻസ് സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുകയാണ്. മാത്യു എന്തൊക്കെ നോക്കി എഴുതാണോ? നോക്കിയൊക്കെ എഴുതില്ലേ? ഞാൻ കാണിച്ചില്ലേ? വേറെ ആരുടെയോ ലവ് ലെറ്റർ നോക്കി എഴുതാ. ഓൾറെഡി ആർക്കും അയച്ചതാ. ആണോ?
ഇതൊക്കെ എന്റെ മോനെ എന്റെ പാളിയത്. ടൈം കഴിയാറായേ. ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നിട്ട് ഇപ്പൊ തുടങ്ങിയുള്ളൂ. ഓക്കെ, ബെല്ലടിക്കുമ്പോൾ നിർത്തണം. അതെ. അർജുൻ ചേട്ടൻ എഴുതുന്നുണ്ട്. എനിക്ക് എഴുതാത്തിന്റെ കുഴപ്പമായിരുന്നില്ല, ഞാൻ പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ലാസ്റ്റ് എനിക്കിട്ടുള്ള തെറികൾ മൊത്തമാണ് എഴുതുന്നത്. ഇത് പക്ഷെ ഞാൻ വായിക്കണ്ടേ? ഞാനെങ്ങനെ വായിക്കും? ഇതെന്താ പാരഗ്രാഫ് റൈറ്റിംഗ് ഇത്? എഴുതിട്ട് മാറ്റി എഴുതി കഴിഞ്ഞു. ഞാൻ ഓക്കെ എഴുതി കഴിഞ്ഞു. ഓക്കെ, കൗണ്ട് ഡൗൺ 10 9 8 7 6 5 4 3 2 ഒന്നാമത്തെ തെളിയാത്ത പേന. ഓക്കെ. 2 ഇത് ഹാൻഡ് റൈറ്റിംഗ് നോക്കിയാ നല്ല ഹാൻഡ് റൈറ്റിംഗ്. മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തായിട്ട് മെഡിസിൻ തരും അവര്. 1 0 0. പനിക്ക് പനിക്ക് ശേഷം കഴിക്കാം. ഇത് ഇത് കഴിഞ്ഞിട്ടൊന്ന് കൊടുത്തു നോക്കി നോക്കാം. ഓ കഴിഞ്ഞോളെ ചാറാക്കല്ലേ ഇത്. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് ബോഡിയാണ്. എല്ലാം ഇങ്ങോട്ടേക്ക്. അതൊക്കെ അതിനേക്കാളും ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാരും എഴുതി കഴിഞ്ഞല്ലോ. ആദ്യം എഴുതി പോയി. അത് ആദ്യം നമുക്ക് ശ്യാം ചേട്ടന്റെ വായിക്കാം. ശ്യാം ചേട്ടൻ തന്നെ വായിക്ക്. ഞാനാണ് ഏറ്റവും കൂടുതൽ ചെറുത്. അതെ, ഏറ്റവും ആദ്യം എഴുതി കഴിഞ്ഞ കവിത. പ്രിയപ്പെട്ടവളെ നിനക്കൊരായിരം ചുടുചുംബനങ്ങൾ എന്ന് നിന്റെ സ്വന്തം. ഓ, മൊയ്തീൻ. nice, 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 nice. കൊള്ളാല. അർജുൻ ചേട്ടൻ അവിടെ വെക്കട്ടെ, ഒത്തിരി അധികം ഉണ്ട്. ഓക്കെ, സംഗീതിന്റെ എന്റെ ടു ഡിയർ ഡിയറസ്റ്റ്. ഇംഗ്ലീഷ് CBSE ആണല്ലോ. ബാക്കി മലയാളം. എന്ത് പറയണം എങ്ങനെ പറയണം എന്നറിയില്ല. പറയേണ്ടത് ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് ടൈമർ വെച്ച് ലവ് ലെറ്റർ എഴുതുന്നത്. സോ ഐ ലവ് യു. ഓക്കെ, മാത്യു. To dear XYZ. വാവ്. ഇതെന്ത് മൂന്ന് പേരിക്കണം. സൈൻ തീറ്റ കോസ് തീറ്റ ഐ ലവ് യു മാക്സ്. ഡെറിവേഷനാ. You call it madness, I call it love. True love stories never have ending. Happy Valentine's. അതെ, ഗൂഗിൾ ഫോൺ ഇവിടെ വെച്ച് എഴുതിയതിന്റെ കാണാനുണ്ട്. ഓക്കെ, അല്ല, ഗൂഗിളിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഫോൺ. ഇല്ല. ബാക്കി Dear one, thanks for coming into my life. For someone like me who embraces everything that comes into my life, I consider you as the best gift Appa has ever given to me. Whatever there is in store for us, I want you to know that you will be loved forever till my last breath. I love you. അപ്പാന്ന് പറഞ്ഞ അപ്പൊ അച്ഛന്റെ അച്ഛനായിരിക്കും. ഇവളുടെ പിന്നെ അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന I call him Appa. ഓക്കെ. ഓ അങ്ങനെ ഒരുപാട് നേരം എഴുതിയ അർജുൻ ചേട്ടന്റെ ലവ് ലെറ്റർ. ഇതാരും വായിക്കാനേ വായിക്കാൻ പറ്റില്ല. എന്റെ ഗ്ലൂക്കോസ് പൊടിക്ക്, ജീവന്റെ ജീവനായ എന്റെ ഗ്ലൂക്കോസ് പൊടിക്ക് ഈ വാലന്റൈൻസ് ഡേക്ക് ഞാൻ എന്റെ ഹൃദയം തരുന്നു. പനിയുള്ളപ്പോൾ ഊർജം കൊടുക്കാൻ ഗ്ലൂക്കോസ് പൊടി കലക്കി കൊടുക്കുന്ന ഒരാളുടെ പോലെയാണ് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ. Oh my God. എന്നെന്നും ആ ഗ്ലൂക്കോസ് പൊടി എന്റെ വീട്ടിൽ ആഗ്രഹിക്കുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ. പറഞ്ഞപ്പോ പെട്ടെന്ന് നല്ലത്. എടാ എഴുത്ത് നോക്കിയാ നീ. രണ്ടുപേര് കട്ട് ചെയ്തല്ലേ എഴുതിയത്. എനിക്ക് വായിക്കാൻ പറ്റുമോ? അത് എഴുതിയപ്പോ കൊറേ ഉള്ള പോലെ എനിക്ക് തോന്നി. ഇതിൽ ഏറ്റവും നല്ല ആരുടെ ആയിരുന്നു? പെന വെച്ച് നോക്കുകയാണെങ്കിൽ ചേട്ടന്റെ ഒരു ഇത്തിരി അല്ല ആരുടെ പറഞ്ഞു. എനിക്ക് ഈ 3 പേരുടെയും കുറച്ച് തമ്മിൽ എന്റെ മോശം എനിക്കറിയാം. എല്ലാവരുടെ നല്ലതായിരുന്നു. നല്ലതാ. സംഗീതിന്റെയും നല്ലതാ, മയുമയുടെയും നല്ലതാ, അർജുന്റെയും നല്ലതാ, ശ്യാമിന്റെയും അതെന്ത് അപമാനം അത്. ഒറ്റടിക്ക് പറയുമ്പോ നിന്റെ കൊള്ളൂലെന്ന് കുഴപ്പമില്ല. ഇതൊക്കെ എഴുതാൻ അറിയായിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? മാത്യുവിന്റെ മാത്യുവിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നല്ലോ, ഗൂഗിളിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് ആരുടെയോ ഹൃദയത്തിൽ നിന്ന് വന്നതല്ലേ. Oh my God. ഓക്കെ. അടുത്ത ഇപ്പം ഈ തിരിച്ചറിയണ്ടല്ലോ. AC ഇട്ടിട്ടും ചൂടെടുക്കാണ് ഇവർക്ക്. ഇപ്പൊ ചൂടെടുക്കുന്നുണ്ടോ? കാറ്റിന് വേണ്ടി വേർത്ത് ഒഴുക. അയ്യോ, ഇത് വേർപ്പല്ല.
മറ്റെന്തെങ്കിലും ഗ്ലോ മേക്കപ്പ് എന്നൊക്കെ പറയാ. ചെറുതായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ.